16/6/2025 രാവിലെ 8 മണിക്ക് നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് ലൈറ്റ് വെച്ച് മീൻ പിടിച്ചെന്നുള്ള ഒരു ആ പ്രശ്നത്തിന് ശേഷമേ വന്ന തട്ടുമടിക്കാർക്കൊക്കെ കുറച്ച് മീൻ വരുന്നുണ്ട്. അപ്പോൾ ആ ലൈറ്റ് ഫിഷിംഗ് നടത്തിയെന്ന് പറഞ്ഞില്ലേ, ആ മടിക്കാർ അവസാനം അവരുടെ ക്യാമറയൊക്കെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും 4 മണിക്ക് ശേഷമാണ് അവർ പണിക്ക് പോയതായിട്ട് അറിയാൻ പറ്റിയത്. അത് കാരണം അവരുടെ മീനൊക്കെ ലേലത്തിൽ കൊടുക്കാനായിട്ട് പറഞ്ഞു കേട്ടോ, ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ കൂട്ടുകാർ ശ്രദ്ധിക്കുക, ഗവൺമെൻറ് നിയമമാണത്. കാരണം ഈ 3 മാസവും ഇങ്ങനെ ലൈറ്റ് പണിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് ശേഷം വന്ന നമ്മുടെ തട്ടുമടിക്കാർക്ക് കുറച്ച് മീനൊക്കെ വരുന്നുണ്ട്. അവിടെ ലേലം വിളിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മുടെ തട്ടുമടിക്കുള്ള മീനുകൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ, എന്തൊക്കെയാണെന്ന്. ഒരു 7-8 തട്ടുമടിക്കാരാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് മുരലാണെന്ന് തോന്നുന്നു കേട്ടോ, മുരലാണ്, മുരൽ. ഉണ്ട്. എങ്ങനെ മീനുണ്ടോ? എന്തോന്ന് മീനായിരുന്നു? മുരല്ല. എത്ര പോയി കുട്ടി? 4000. ഓ ഇവർക്ക് മുരലുണ്ടെന്നാണ് പറഞ്ഞത്. അത് ലേലവിളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പം ഇനി അടുത്തടുത്ത തട്ടുപടിക്കാരൊക്കെ ദാണ്ട മീനുമായിട്ട് ഇവിടെ കുട്ടയിൽ വാരിയെടുക്കുന്നുണ്ട്. എല്ലാം മുരലുകൾ തന്നെയാണ്. 4000 പോകുന്നുണ്ടെന്ന് പറയുന്നു. ഇത് മുരലാണ്. ഇവർക്ക് നെത്തോലിയാണ് കേട്ടോ, നെത്തോലി. ഇപ്പോൾ കറുത്ത നെത്തോലി ഉണ്ട്, കോന്നത്തോലി ഉണ്ട്. ഇവർക്ക് മുരലാണ്. അപ്പുറത്ത് ഒരു തട്ടുമടിക്കാരുണ്ട്, അവർക്ക് മുരൽ തന്നെയാണ് കേട്ടോ, അവരും മുരൽ തന്നെയാണ് മാരുന്നത്. അപ്പോൾ 16-ാം തീയതി രാവിലെ ആ ലൈറ്റ് ഫിഷിംഗ് നടത്തിയെന്നുള്ള ആ തട്ടുമടിക്കാരുടെ പ്രശ്നത്തിന് ശേഷം വന്ന തട്ടുമടിക്കാർക്കുള്ള മീനുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് മുരൽ തന്നെയാണ് കേട്ടോ. ഇനി 4000 പോകുന്നതെന്ന് പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയി നോക്കാം, ഒരു ലേലം വിളി നോക്കാം കേട്ടോ. മുരലും ചെറിയ നെത്തോലിയാണ്, കറുത്ത നെത്തോലിയും കോന്നത്തോലിയും വരുന്നുണ്ട്. ഒരു 6-7 തട്ടുമടിക്കാരാണ് ഈ 10:30 മണി സമയം നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് വന്നിട്ടുള്ളത്. 16/6/2025 രാവിലെ 10:30 മണിയായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ 9500 നെത്തോലിക്ക് പോയത്. പക്ഷേ ഇപ്പോഴുള്ള വില കേട്ടില്ലേ, നമ്മൾ ലേലവിളി കണ്ടില്ലേ, 3500 രൂപയാണ് കേട്ടോ. രാവിലെ 9500 രൂപയായിരുന്നു ഒരു കുട്ട നെത്തോലിക്ക്. ഇത് അടുത്ത തട്ടുമടിക്കാർ വന്നു കേട്ടോ. ഇവർക്ക് എന്ത് മീനാണെന്ന് അറിഞ്ഞൂടാ. ജസ്റ്റ് ഒന്ന് കോന്നത്തോലി ഉണ്ടോ, വലിയ സൈസ് കോന്നത്തോലിയാണ് പോകുന്നത്. കോന്നത്തോലിക്ക് നല്ല റേറ്റ് പോകും കേട്ടോ. നമ്മൾ പറയുന്നത് പോലെ അല്ല, സാധാരണ നെത്തോലിയെ പോലെ അല്ല, നല്ല റേറ്റ് പോകും കോന്നത്തോലിക്ക്. കോന്നത്തോലിയുടെ റേറ്റ് ഒന്ന് നോക്കാം.
$3750 രൂപയാണ് കോന്നത്തോലി അയല. ചെറിയ സൈസ് അയലയും മുരലും എല്ലാം കൂടെ മിക്സിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് 16-ാം തീയതിയുള്ള ഒരു വിശേഷം കേട്ടോ. അപ്പോൾ തട്ടുമടിക്കാർ ചിലപ്പോൾ ഇപ്പോൾ മീനുള്ളത് കാരണം 2ാം പ്രാവശ്യം പണിക്കുവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. കുട്ടിച്ചൂര വള്ളങ്ങളൊന്നും വന്നില്ല, പണിക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. കുട്ടിച്ചൂര വള്ളങ്ങൾ വരെയാണെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു വീഡിയോ ആയിട്ട് എടുത്ത് നമ്മുടെ കൂട്ടുകാർ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ 1 2 3 4 5 6 തട്ടുമടിക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ ഒരു തട്ടുമടിക്കാർ മീൻ ലേലത്തിൽ കൊടുത്തുകൊണ്ട് നമ്മുടെ വള്ളം തള്ളി ഇവിടെയാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ മത്സ്യത്തൊഴിലാളി കൂട്ടുകാരെ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ പറയുന്ന നിയമങ്ങളൊന്ന് പാലിക്കുക കേട്ടോ. കാരണം ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് കാര്യമാണ് സംഭവിക്കുന്നത് അതാണ് ഞാൻ വീഡിയോ കൂടെ നമ്മുടെ കൂട്ടുകാരുടെ മുൻപിലോട്ട് എത്തിക്കുന്നത്. ഇല്ലാതെ എനിക്കിതിൽ ഒളിച്ചു കളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ആരെ പക്ഷവും ചേർന്ന് ഞാൻ സംസാരിക്കത്തില്ല. ഇവിടെ എന്താണോ നടക്കുന്നത് അതാണ് ഞാൻ വീഡിയോ കൂടെ നമ്മുടെ കൂട്ടുകാരെ അറിയിക്കുന്നത് കേട്ടോ. ഇല്ലാതെ ഞാൻ മത്സ്യത്തൊഴിലാളികൾക്കോ ഇല്ലാതെ പൊതുജനങ്ങൾക്കോ ഒരു കാരണവശാലും നമ്മൾ എതിരായിട്ട് ഒരു വീഡിയോയും ചെയ്യാറില്ല. അപ്പോൾ അതും കൂടെ നമ്മുടെ കൂട്ടുകാരൊന്ന് മനസ്സിലാക്കുക. കാരണം നമ്മുടെ 20 ലക്ഷം കണ്ട ആളില്ലേ നമ്മുടെ വീഡിയോയിൽ, നമ്മുടെ DD നമ്മുടെ ഓഫീസർ ലേലം ചെയ്യുന്ന ലേഡി ഓഫീസർ നമ്മുടെ മാലാവ് മീൻ ലേലം ചെയ്ത വീഡിയോ 20 ലക്ഷം ആളാണ് കണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ ഈ ഡീറ്റെയിലും കൂടെ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അതാണ് ഞാൻ വീഡിയോ കൂടെ നമ്മുടെ കൂട്ടുകാർ കാണിച്ചു തരുന്നത് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ലേലം വിളി ഞാൻ കാണിച്ചു തരാൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കടപ്പുറത്തെ വിലകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ പാവപ്പെട്ട നമ്മുടെ കച്ചവടക്കാരൊക്കെ മാർക്കറ്റിലൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവിടെ കാണുന്ന വിലയായിരിക്കത്തില്ല, ഏതായാലും 1 ഇരട്ടി വില കൂടെ കൂടാനാണ് ചാൻസ്. അപ്പോൾ അതും കൂടെ നമ്മുടെ കൂട്ടുകാർ കറിക്ക് മീൻ വാങ്ങാൻ പോകുന്ന കൂട്ടുകാർ മനസ്സിലാക്കുക. അപ്പോൾ മറക്കണ്ട, 16/6/2025 രാവിലെ 10:30 മണിക്കുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി ഒരു തട്ടുമടിക്കാർ താണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാരണവശാലും ഇത് നമ്മുടെ വിഴിഞ്ഞം ജനങ്ങളുടെ ഒരു തീരുമാനമോ അതുപോലെ അവരുടെ നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നല്ല. ഇത് തീരുമാനിക്കുന്ന എല്ലാം ഇപ്പോൾ പഴയതുപോലെയല്ല. നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് വന്നതിന് ശേഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് നല്ല ചെക്കിങ് കാര്യമാണ്. നമ്മുടെ സാധാരണ വണ്ടികളൊക്കെ ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് വള്ളങ്ങളെയും ചെക്ക് ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മുടെ അദാനി സീപോർട്ടിൻ്റെ അവിടെ, ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ അവിടെ വന്നിട്ട് ക്യാമറകൾ എല്ലാ ക്രെയിനിലും ക്യാമറകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഏറ്റവും ടോപ്പിലായിട്ട് ക്യാമറകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ക്യാമറയിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ തക്കതായ ശിക്ഷയും പെറ്റിയും നമുക്ക് കിട്ടും. അതും കൂടെ നമ്മുടെ കൂട്ടുകാർ ഓർക്കുക കേട്ടോ.